ഇത് പൊന്നാനിത്തെ ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അവിടെ ഒരു വീട്ടിൽ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുഴയുടെ അരികിൽ അവിടുത്തെ കുട്ടികളൊക്കെ അവിടെ പോയിട്ട് കളിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് വരാൻ നേരം അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അവിടെയുള്ള ഒട്ടുമിക്ക വീടുകളുടെയും പ്രത്യേകത അധികം വീടുകൾക്കൊന്നും മതിലുകളില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ തുറന്നിട്ട് എത്ര വലിയ വീടുകളാണെങ്കിലും മതിൽ അവർ അങ്ങനെ കെട്ടിയിട്ടില്ല കേട്ടോ. കെട്ടിയ വീടുകളും ഉണ്ട്, എന്നാലും കൂടുതൽ വീടുകൾക്ക് മതിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ ഇതും. അവിടെ കുറേ പേരക്കുട്ടികളുണ്ട് ഇത്ര. അപ്പോൾ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അവരുടെ പേരക്കുട്ടികൾ മാത്രമല്ല ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ വന്ന് കളിക്കാറുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് പോകണമെന്ന് അവിടെ പോയിട്ടൊന്ന് കളിച്ചാലോ എന്ന്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെന്നപ്പോഴാണ് കുറേ സാധനങ്ങളുണ്ടെന്ന് മനസ്സിലായത്. മരങ്ങളുടെ കാറ്റും പുഴയുടെ ഭംഗിയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാൻ. നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല കേട്ടോ കളിച്ചിട്ട്. കുട്ടികൾ ബി.എം പാർക്കിൽ പോയിട്ട് ഇത്ര കളിച്ചില്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ നന്നായി കളിച്ചു കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായി ആ സ്ഥലം. വലിയവർക്ക് ഇരുന്ന് ആടാളും ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ആയ കാരണം കൊണ്ട് നല്ല കാറ്റും ഒക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട്. പിന്നെ പുഴയുടെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ട കാരണം കൊണ്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റും പുഴയുടെ ഭംഗിയും ഒക്കെ നന്നായി ആസ്വദിക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല ഭംഗിയില്ലേ ഈ ഭാഗം കാണാൻ. പുഴയുടെ അവിടെ ഒക്കെ നല്ല തെങ്ങുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത്. പുഴയുടെ അവിടേക്ക് ഒരു ഉങ്ങ് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. പിന്നെ അവിടെ കണ്ട പ്രധാന കാഴ്ച എന്ന് പറയുന്നതേ എല്ലാ തെങ്ങിൻ്റെ അടിയിലും തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യക്കുട്ടി പോലും തേങ്ങ എടുത്തോണ്ടുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വെച്ചെങ്കിൽ പറ്റിയവർക്കൊക്കെ വേണ്ടവരൊക്കെ പോണവരൊക്കെ തേങ്ങ കൊടുത്തിട്ട് പോട്ടോ. പക്ഷേ പാടത്തായാലും പറമ്പിലായാലും ആ കിടക്കണ തേങ്ങ അവിടെ കിടന്നോളൂ കേട്ടോ. അവർ പറഞ്ഞാലും മിക്കതും എടുക്കില്ല. അവർക്ക് അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് എടുക്കുള്ളൂ കേട്ടോ. ഒരുവിധം വീട്ടിലൊക്കെ തെങ്ങുണ്ടേനും. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ അവിടെ ഒക്കെ താമസിക്കുന്നവരും. നല്ലൊരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ അത്. നമുക്ക് അവിടുന്ന് പോരാൻ തന്നെ തോന്നില്ല കേട്ടോ.